ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാനൊരു കുഞ്ഞു റെസിപ്പി ആയിട്ടാണ് വന്നേക്കുന്നത്. എനിക്കും എൻ്റെ വീട്ടിലുള്ള എല്ലാവർക്കും ഒത്തിരി ഇഷ്ടപ്പെട്ട റെസിപ്പിയാണ് കേട്ടോ. സിമ്പിൾ കുറച്ച് സാധനങ്ങൾ നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ച് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന റെസിപ്പിയാണ്. അപ്പോൾ റോസ്റ്റ് ചെയ്ത റവ അല്ലെങ്കിൽ നമ്മുടെ കയ്യിലുള്ള റവ റോസ്റ്റ് ചെയ്തെടുക്കുക. എന്നിട്ട് അത് മാറ്റി വെച്ച് ഒരു പാത്രത്തോട്ട് നെയ്യ് കുറച്ച് ആഡ് ചെയ്തിട്ട് അതിനകത്തോട്ട് കശുവണ്ടി മുന്തിരിയിട്ട് നന്നായിട്ട് വറുത്തെടുക്കുക കേട്ടോ. കശുവണ്ടി മുന്തിരിയൊക്കെ നന്നായിട്ട് വറുത്തൊരു ബൗളിലോട്ട് മാറ്റി വെക്കുക കേട്ടോ. എന്നിട്ട് ഈ നെയ്യിലോട്ട് തന്നെ നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഇതിലിപ്പോൾ 2 കപ്പ് വെള്ളമാണ് ആഡ് ചെയ്തിട്ടുള്ളത്. നമ്മൾ എത്ര റവ എടുക്കുന്നതെന്ന് വെച്ചാൽ അതിനനുസരിച്ച്. പിന്നെ ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യുക. ഫുഡ് കളറാണ് വേണ്ടത്, പക്ഷെ നമ്മളിവിടെ ഫുഡ് കളർ ആഡ് ചെയ്യുന്നില്ല, മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ ആഡ് ചെയ്യുന്നത്. കുറച്ച് ഉപ്പും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. പിന്നെ അതിനകത്തോട്ട് നമുക്ക് ആവശ്യമുള്ള അത്രയും പഞ്ചസാര ആഡ് ചെയ്യട്ടോ. നമുക്ക് മധുരം എത്ര വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്ര ആഡ് ചെയ്യും. ഞങ്ങളിവിടെ ആഡ് ചെയ്യുന്ന 5 ടീസ്പൂൺ പഞ്ചസാരയാണ്, പക്ഷെ അതും അത്യാവശ്യം മധുരം ഉണ്ടായിരുന്നുള്ളൂ. നമുക്ക് മധുരം ഒത്തിരി വേണ്ടവരാണെങ്കിൽ 1 ടീസ്പൂണും കൂടെ എക്സ്ട്രാ ആഡ് ചെയ്യാം. പിന്നെ ആ വെള്ളം നന്നായിട്ട് തിളച്ച് വരുമ്പോൾ നമ്മുടെ റോസ്റ്റ് ചെയ്ത് വെച്ചേക്കുന്ന റവ അതിനകത്തോട്ട് ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക കേട്ടോ. അതിൻ്റെ കട്ടയെ കുറച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ചൂടോടെ തന്നെ ഒരു ബൗളിലോട്ട് മാറ്റി വെക്കുക കേട്ടോ. തണുത്ത് കഴിഞ്ഞിട്ട് നമുക്ക് മാറ്റാൻ നിൽക്കേണ്ട, ചൂടോടെ തന്നെ ഒരു ബൗളിലോട്ട് മാറ്റി വെച്ചിട്ട് നന്നായിട്ട് സെറ്റ് ചെയ്ത് വെക്കണേ. കേസരി നന്നായിട്ട് ബൗളിൽ സെറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ വറുത്ത് മാറ്റി വെച്ച കശുവണ്ടി മുന്തിരിയും കൂടെ ജസ്റ്റ് ഒന്ന് ഡെക്കറേഷനായിട്ട് മുകളിലൊന്ന് ജസ്റ്റ് ഒന്ന് അലങ്കരിച്ച് കൊടുക്കുക. അപ്പോൾ നമ്മുടെ കേസരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്തിട്ട് കമൻറ്റ്സ് എന്തായാലും പറയണേ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നെങ്കിൽ മറക്കാണ്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പ്രത്യേകിച്ച് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. താങ്ക്